Next, cashew industry. It is an important traditional industry in Kerala. Kollam district is the center of the industry in Kerala. Nearly 1 lakh workers, mostly women, are employed in it. Cashew kernels are exported and earns the much needed foreign exchange. Kerala accounts for more than 60% production of raw nuts and about 90% of the total exports from India. നമുക്കറിയാം കാഷ്യൂ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരമ്പരാഗത വ്യവസായമായ കേരളത്തിലെ കൊല്ലം ജില്ല ആസ്ഥാനമായിട്ടാണ് ആ വ്യവസായം ഉള്ളത്. ഏകദേശം 1 ലക്ഷത്തോളം വർക്കേഴ്സ് ഉണ്ട്. ഭൂരിഭാഗവും സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ കശുവണ്ടി തൊണ്ട് ഒക്കെ നമ്മൾ കയറ്റി വെച്ച് നമ്മൾ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കശുവണ്ടി പരിപ്പും ഒക്കെ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. കശുവണ്ടിയുടെ അതിന്റെ റോ നട്ട്സ് കശുവണ്ടി ഏകദേശം 60% കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിലെ മൊത്തം ഉൽപ്പാദനങ്ങൾ കൂട്ടുമ്പോൾ. അതുപോലെ തന്നെ കയറ്റി അയക്കുന്ന കശുവണ്ടിയിൽ എന്താണ് നമ്മൾ ഏകദേശം 90% കേരളമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലെറ്റ് us find out what are the problems of the industry. ഈ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇനാഡിക്വസി ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിന് ലഭ്യത കുറവ്. 2, ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉയർന്ന ഉൽപാദന ചെലവ്. 3, മൈഗ്രേഷൻ ഓഫ് ദി ഇൻഡസ്ട്രി ടു ദ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കർണാടക ആൻഡ് തമിഴ്നാട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കർണാടകം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഈ കശുവണ്ടി വ്യവസായങ്ങളെ കുടിയേറ്റം. സ്മഗ്ലിംഗ് ഓഫ് റോ കാഷ്യൂ നട്ട്സ് ഫ്രം കേരള ടു ദ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ബിക്കോസ് ഓഫ് ഹയർ പ്രൈസസ് ദെയർ. അപ്പൊ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കശുവണ്ടി കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ലോ ടെക്നോളജി യൂസ്ഡ് ഇൻ ദി ഇൻഡസ്ട്രി. വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന ലോ ടെക്നോളജിയാണ്, പരമ്പരാഗതമായ സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. പൂർ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ദി ലേബേഴ്സ് ഇൻ ദി കാഷ്യൂ ഇൻഡസ്ട്രി. ഈ വ്യവസായത്തിലെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിതാപകരമാണ്. ലോ വേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അണ്ടർ എംപ്ലോയ്മെന്റ്, പൂർണ്ണമായ സമയത്ത് തൊഴിൽ ലഭിക്കുന്നില്ല. വർക്കേഴ്സ് ഗെറ്റ് എംപ്ലോയ്മെന്റ് ഓൺലി ഫോർ ഫ്യൂ മന്ത്സ് ഓഫ് ദി ഇയർ. വർഷത്തിലെ ഏതാനും മാസങ്ങൾ മാത്രമാണ് അവർക്ക് തൊഴിൽ ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ഈ വ്യവസായം ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ പറയുക. ഇനി നമുക്ക് നോക്കാം റെമഡിയൽ മെഷേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. The government has taken several measures to encourage the cashew industry. നിരവധിയായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് കശുവണ്ടി മേഖലയെ സംരക്ഷിക്കാൻ. The government has introduced a monopoly procurement of and distribution of raw nuts in the state. ഒരു കാലത്തിൽ കശുവണ്ടി കുത്തക സംഭരണം ഗവൺമെന്റ് ഏർപ്പെടുത്തി, പക്ഷെ ഗവൺമെന്റ് പിൻവലിക്കുകയുണ്ടായി. The Kerala State Cashew Workers Apex Cooperative Society Limited, CAPEX, സ്ഥാപിക്കപ്പെട്ടു. ഈസ് എൻഗേജ്ഡ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് കാഷ്യൂ ഇൻഡസ്ട്രി ഇൻ കേരള. കേരളത്തിലെ കശുവണ്ടി മേഖലയുടെ വികസനത്തിന് നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് കാപെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ മാനേജസ് 9 കാഷ്യൂ ഫാക്ടറീസ് ഇൻ ദി സ്റ്റേറ്റ്. കേരളത്തിലെ ഏകദേശം 9 കശുവണ്ടി ഫാക്ടറികൾ ഈ കാപെക്സിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലാണുള്ളത്. ദി കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജസ് 34 കാഷ്യൂ ഫാക്ടറീസ് ഇൻ ദി സ്റ്റേറ്റ്. ഏകദേശം കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 34 കശുവണ്ടി ഫാക്ടറി ഉടമസ്ഥതയിലുണ്ട്. Arrangements are also made to improve cashew nuts along with measures taken to increase the internal supply of nuts. അപ്പോൾ കശുവണ്ടി ലഭിക്കാനുള്ള അല്ലെങ്കിൽ റോ നട്ട്സ് ലഭിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. The handloom industry provides direct employment to about 2 lakh persons in Kerala. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന ഒരു വ്യവസായമാണ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. The industry in Kerala is concentrated in the 3 districts of Trivandrum, Kozhikode and Kannur. നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 3 ജില്ലകളിലായി കേന്ദ്രീകരിക്കപ്പെട്ടത് തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാണ്. നമുക്ക് നോക്കാം what are the problems faced by the handloom industry. ഒന്ന്, ഹാൻഡ്ലൂം ഇൻഡസ്ട്രി is facing stiff competition from the mill sector. മിൽ സെക്ടറിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. 2, the condition of the weavers is very unsatisfactory. Their wages are very low. A large number of them are facing the threat of unemployment. അവരുടെ ജീവിത സാഹചര്യം, നെയ്ത്തുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിത സാഹചര്യം വളരെ പരിതാപകരമാണ്. അവർക്ക് ലഭിക്കുന്ന കൂലി വളരെ കുറവാണ്. അത് മാത്രമല്ല ഭൂരിഭാഗം ആളുകളും ഇന്ന് അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്ന സാഹചര്യമാണ്. എപ്പോൾ വേണമെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടാം. കാരണം മില്ലുകളിൽ നിന്നുള്ള ടൈറ്റ് കോമ്പറ്റീഷനിലൂടെ
കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുന്നു, അതുകൊണ്ട് തന്നെ ഉൽപാദനം കുറയും, എംപ്ലോയ്മെന്റ് കുറയും. ഹാൻഡ്ലൂം വർക്കേഴ്സ് ആർ ഹെവിലി ഇൻ ഡെറ്റ്, ദേ കനോട്ട് ഗെറ്റ് ചീപ്പ് ക്രെഡിറ്റ്. ഈ ആ മേഖലയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കുറഞ്ഞ പലിശയിൽ വായ്പ ലഭിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണെന്നതാണ്. അവര് കടബാധ്യതയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. The quality of handloom products has also deteriorated in recent years. അടുത്ത കാലങ്ങളിൽ ഈ പറയുന്ന കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, അത് അതിന്റെ വിൽപ്പനയെ പ്രതികൂലമായി ബാധിച്ചിട്ടുമുണ്ട്. The technique of production used by the weavers is out of model. പരമ്പരാഗതമായ പഴഞ്ചൻ ഉൽപാദന രീതികളാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത്. The ignorance and the conservatism of the weavers make them disinclined to adjust their lines of production and types of designs to suit modern taste. പലപ്പോഴും നമ്മുടെ തൊഴിലാളികളുടെ അജ്ഞതയും അവരുടെ എന്താണ് ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള രീതികളും ഒക്കെ പലപ്പോഴും ഈ ഉൽപാദന ചില രീതികളൊക്കെ സ്വീകരിക്കാനായിട്ട് അവർക്ക് താല്പര്യപൂർവ്വം കാണിക്കാറുണ്ട്. അത് ഒരുപക്ഷെ ഒരു പരിധിവരെ ഈ പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതികൾ ഒരു പരിധിവരെ ഈ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ.